ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഫുഡ് വ്ളോഗാണ്. വെറൈറ്റി ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്നുള്ള ചിന്തകളുകൊണ്ട് തന്നെ ഇന്ന് സെലക്ട് ചെയ്ത സ്പോട്ടും ഒരു വെറൈറ്റി സ്പോട്ടാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കഴക്കൂട്ടത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ട് ടെക്നോ പാർക്ക് ഫേസ് 1 ഫ്രണ്ടിലോട്ട് നമ്മൾ പോകുന്നത്. എക്സാക്ട് ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫ്ലൈ ഓവറിൻ്റെ എൻഡിലായിട്ടാണ് നമ്മളെ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. കഴക്കൂട്ടം പമ്പിൻ്റെ എല്ലാം തൊട്ടടുത്തായിട്ടാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് വെച്ചാൽ മജ്ലിസ്, ദ ഓതൻറ്റിക് കുസൈൻ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മധുഹൂത്താണ്. നമ്മൾ കഴക്കൂട്ടത്ത് വെച്ചിട്ട് മധുഹൂത്ത് കിട്ടുന്ന നമ്പർ 1 സ്പോട്ടാണ് മജ്ലിസ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മജ്ലിസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ആ ഹോട്ടൽ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ബൈക്കെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ ഇതാണ് അവരുടെ കിച്ചണ്. ഫ്ലൈ ഓവർ കയറുന്ന തൊട്ടടുത്ത് തന്നെയാണ് ഇവർ ആ ഹോട്ടൽ ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്തേക്ക് പോകുന്നവർ ഫ്ലൈ ഓവർ എടുക്കാതെ ലെഫ്റ്റ് സർവീസ് റോഡ് വഴി കയറിയിട്ട് ഹോട്ടലിലേക്ക് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡൈനിങ് മുകളിലേക്കാണ് പോയത്. മുകളിലും അവർ സ്പേസ് ഉണ്ട്. താഴത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 3 ടേബിൾ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 15 മെമ്പേഴ്സിന് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. മുകളിലത്തെ സെക്ഷനിലേക്ക് വന്നാൽ ഇവിടെ ഓൾമോസ്റ്റ് 6 ടേബിൾ ഉണ്ട്. ഏകദേശം ഒരു 20-22 പേർക്ക് ഇരിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി വരുന്നിടത്ത് തന്നെയാണ് അവരെ വാഷ് ഏരിയ വരുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല അറേബ്യൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തം നല്ലൊരു വൈബ് തന്നെയാണ്. അപ്പോൾ പിന്നെ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഈ കാണുന്നതാണ് അവരുടെ മെനു കാർഡ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം വെറൈറ്റീസ് അവൈലബിൾ ആണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവരുടെ മെയിൻ ഓപ്ഷൻസ് മസ്ബി, സുർബിയാൻ, മധുഹൂത്ത്, പിന്നെ മന്തി, അൽഫാം, ഷവായ. നമ്മൾ ട്രൈ ചെയ്യാൻ വന്നത് ഇവരുടെ ചിക്കൻ മധുഹൂത്താണ്. അതൊരു ക്വാർട്ടർ 190 റുപ്പീസ്, ഹാഫ് 360 ആൻഡ് ഫുൾ 700. പിന്നെ വെറൈറ്റി ഓഫ് അൽഫാംസും ഷവായും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ട്രൈ ചെയ്യുന്നത് മധുഹൂത്താണ്. അപ്പോൾ ഒരു ഹാഫ് മധുഹൂത്ത് ഓർഡർ ചെയ്ത്, അങ്ങനെ മധുഹൂത്തിനൊപ്പമുള്ള ഈ സലാഡ് അവർ കൊണ്ടുതന്ന്, പിന്നെ അതിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് മയണൈസ് ഉണ്ട്. പിന്നെ അവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു റൈത്ത പോലത്തെ ഒരു സാധനമുണ്ട്. എന്നാൽ പിന്നെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മളെ മധുഹൂത്ത് അവർ കൊണ്ട് തന്നിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ പറയുക, നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനം. പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെ നല്ല ഇറച്ചിച്ചോറിൻ്റെ ആ ഒരു ഫീലാണ്. അപ്പോൾ കുറച്ച് നമുക്ക് പ്ലേറ്റിലേക്കെല്ലാം എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പ്ലേറ്റിലേക്ക് കുറച്ച് റൈസെല്ലാം ഇട്ട് അതിൻ്റെ ഒപ്പം നല്ലൊരു ചെസ്റ്റ് പീസ് ചിക്കൻ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നോർമലി നമുക്കൊരു ഹാഫെല്ലാം പറയുമ്പോൾ ചിക്കനൊക്കെ സൈസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ നല്ല നല്ല സൈസ് ഉണ്ട് ചിക്കൻ. ഇനി കുറച്ച് സലാഡ് കാര്യങ്ങളൊക്കെ ഇട്ട്, പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ട ഈ മയണൈസ്. നിങ്ങൾക്ക് കെച്ചപ്പ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് കെച്ചപ്പ് പറഞ്ഞാൽ അവർ കെച്ചപ്പ് കൊണ്ടുത്തരും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതിൽ കെച്ചപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഐറ്റം ഇത് എന്തായാലും മസ്റ്റാണ് ഈ റൈസിൻ്റെ ഒപ്പം മിക്സാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യമേ ടേസ്റ്റൊക്കെ ചെയ്ത് ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഫറൂൻ്റെ ഒപ്പീനിയൻ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അവൾ കഴിച്ചു നോക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നല്ല അറിയില്ല. അവൾ ഫസ്റ്റ് ടൈമായിട്ടാണ് മധുഹൂത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ട് ഈ ഐറ്റം എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. മന്തിയൊക്കെ കഴിച്ച് മടുത്ത ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും ഇന്ന് മസ്റ്റ് ട്രൈ ഐറ്റം എന്നാണ് അവൾ പറഞ്ഞത്. ചിക്കനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല പഞ്ഞ പോലെ വന്നിട്ടുണ്ട്. റൈസിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയില്ല എന്നാണ് ഫറൂൻ്റെ ഒപ്പീനിയൻ. അവൾ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളത് കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ റൈസ് അൺലിമിറ്റഡ് ആണ്. ഈ കാണുന്നതാണ് നമ്മളെ ബില്ല്. 360 റുപ്പീസ് ഹാഫ് മധുഹൂത്തും പിന്നെ ഒരു ഹാഫ് കോള 40 റുപ്പീസ്, 400 റുപ്പീസ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു ചെറിയ വ്ളോഗ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.